അങ്ങനെ ഞാനും അങ്ങനെ എത്തി. സൗദി അറേബ്യ എന്ന് അറിയപ്പെടുന്ന അത്രയുള്ള യൂസഫാലിസിന്റെ അവരൊക്കെ നാടായ ഈ സ്ഥലത്തേക്ക് അങ്ങനെ ഉസ്താദിന്റെ ദ്വാരക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ നല്ല ദ്വാരക്കലായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ നടത്തി ഇപ്പൊ എല്ലാരും കൊണ്ടാക്കാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അമീനും ഫഹീമൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അമീനും ഫഹീമും ചെക്കന്മാരൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ മുട്ടയൊക്കെ കഴിച്ചിട്ട് രാവിലെ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായി, അതിനകത്ത് വലുതൊക്കെ യാത്ര പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. എന്തായാലും ഇപ്പൊ ഒരു ചെറിയ ബ്ലോഗ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പോരെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയാണ്. ഞങ്ങള് പിന്നെന്താ ഇമ്മമ്മ ഇപ്പൊക്കെ രാവിലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതാ ഞങ്ങൾ വണ്ടിയിൽ സെറ്റപ്പ് ആയിട്ട് പോയി. അമീനൊക്കെ ഓട്ടി തകർക്കുണ്ടായിരുന്നു. ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഷഹബാസൊക്കെ വൻ റൈഡിങ് ആയിരുന്നു. ഞാനിപ്പോൾ എയർപോർട്ടിൽ നിന്ന് എന്തായാലും പെട്ടെന്ന് കാരണം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയിക്കന്നെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായിരുന്നു. അങ്ങനെ ഞാനങ്ങോട്ട് പറഞ്ഞു കേട്ടൻ്റെ ഒപ്പം വന്ന് ഫ്രണ്ട്സുകൾ ഇപ്പതാ നമ്മൾ വണ്ടി കൊണ്ടാൻ വന്നിട്ടുണ്ട്. നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കമ്പനിക്ക് പോയേക്കാം. സ്പാഗോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി എന്തായാലും എന്നുള്ളത്. അങ്ങനെ കിച്ചൻ്റെ ഉള്ളിൽ കയറി. സെറ്റപ്പ് കിച്ചനാണ്, അടിപൊളിയാണ്. ആദ്യ ദിവസം പണിയെടുത്തിട്ടൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം നമ്മൾ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എത്തിയൊക്കെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്ന്, കുറേ കാര്യങ്ങൾ കാണിച്ചു തന്ന്, പഠിപ്പിച്ചു തന്ന്. പിന്നെ നമ്മൾ ബേക്കറി സെക്ഷനിൽ കുറേ കാര്യങ്ങൾ പോയി പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എത്തിയപ്പോൾ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നല്ല കുക്കുമ്പർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനവിടുന്ന് പോകുന്നത്. വമ്പം കട്ടിങ്ങിനും. അപ്പോൾ ഇനി സൗദിയിലത്തെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം. ബൈ 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 ഫ്രം ഷിനു സൈനിങ് ഓഫ്.